ഹലോ നമസ്കാരം. നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക. അങ്ങനെ രേവതിക്കുട്ടിയാണ് അലീനയ്ക്ക് ഇന്ന് ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്നത്. ആ വിവരം രേവതിക്കുട്ടി ബാലചന്ദ്രനെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ആണെങ്കിൽ വൈജിയോട് പറയുന്നുണ്ട്, അവരെ കണ്ട് പഠിക്കുക, നീ കണ്ടോ, അവർ എറണാകുളത്ത് നിന്ന് അലീനയെ കാണാൻ വന്നേക്കാണ് എന്ന് പറയുമ്പോൾ അതിന് അവർക്ക് എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാകും എന്ന് പറയാണ് വൈജ. അത് കേട്ടിട്ട് കൃഷ്ണ വൈജിയെ വഴക്ക് പറയുന്നുണ്ട്. അമ്മയ്ക്ക് നാണമാവുന്നില്ലേ, ഇത്രയും തറയോളം താഴെയല്ലേ, എത്ര തറയാവല്ലേ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണ ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നീട് ബാലചന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന വൈജയെ കാണിച്ചുകൊണ്ടാണല്ലോ എപ്പിസോഡ് അവസാനിച്ചത്. പിന്നീട് കാണിക്കുന്നത് അലീനയും രേവതിക്കുട്ടിയും തന്നെയാണ്. രേവതിക്കുട്ടിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, സാരല്ലോ മോളെ, ഇനി ഇങ്ങനെ വിഷമിക്കല്, എന്തായാലും എനിക്കൊന്നും പറ്റിയില്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ചേച്ചി എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ എത്തിയത്, ഉണ്ടായ ഡീറ്റെയിൽസ് ഒക്കെ പറ എന്ന് പറയാട്ടോ. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് രേവതിക്കുട്ടിയോട് അലീന. എല്ലാ സംഭവങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഫോണിലൂടെ മുഴുവൻ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറയാണ്. എന്നാലും ചേച്ചി സ്വന്തം അനുജനല്ലേ ചേച്ചിയോട് ഈ ക്രൂരത കാണിച്ചത്, ചേച്ചിക്ക് എങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്നു, സഹിക്കാൻ പറ്റുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ സഹിച്ചല്ലേ പറ്റൂ മോളെ എന്ന് പറയാണ് അലീന. എന്നാലും ചേച്ചി എനിക്ക് കേട്ടിട്ട് എന്തോ പോലെ തോന്നുന്നു, ആ രോഹിത്താണ് ഇതിനൊക്കെ പുറകിലല്ലേ എന്ന് ചോദിക്കുമ്പോൾ രോഹിത് അല്ല മോളെ, ഏറ്റവും പ്രശ്നക്കാരൻ രോഹിത്തല്ല, ഹരിയാണ് ഇതിൻ്റെയൊക്കെ കാഞ്ഞ ബുദ്ധിയുള്ളത് ഹരിക്കാണ്, ഇങ്ങനത്തെ കുതന്ത്രങ്ങളൊക്കെ മെനയുന്നത് ഹരിയാണ്, രോഹിത്തിനെ പെടുത്തുന്നതാണ് ഹരി ഇതിലൊക്കെ എന്ന് പറയാണ് അലീന. ശരിക്കും രോഹിത് ഒരു പാവമാണ്. രോഹിത്തിന് ഇത്രക്ക് ധൈര്യമൊന്നുമില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാനൊന്നും. ആ ഹരിയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവനിങ്ങനെ പിരി കയറ്റി അവനെ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് ഹരിയാണ്. രോഹിത് കൂടി കൂട്ടുണ്ടെങ്കിലല്ലേ ഹരിക്ക് എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് രോഹിത്തിനെ വിളിക്കുന്നത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും രോഹിത്തിൻ്റെ പേര് പറഞ്ഞ് അങ്ങോട്ട് ഒഴിവാക്കാമല്ലോ, അതുകൊണ്ടാണ് രോഹിത്തിനെയും കൂട്ടുപിടിക്കാമല്ലോ, തനിച്ചല്ലല്ലോ, അതുകൊണ്ടാണ് രോഹിത്തിനെയും വിളിക്കുന്നത് എന്നൊക്കെ പറയാണ് അലീന. എന്നാലും ചേച്ചി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ചേച്ചി ഇങ്ങനെയൊക്കെ അനുഭവിച്ചില്ലേ, ഇനി ചേച്ചി അവിടെ നിൽക്കണ്ട, ചേച്ചി ഞങ്ങളുടെ കൂടെ പോര് എന്ന് പറയട്ടോ. അതൊന്നും ശരിയാവത്തില്ല മോളെ, എനിക്കറിയത്തില്ല ഇനി എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എനിക്ക് മനുവേട്ടനെ തീരുമാനം എടുക്കുന്നതിനനുസരിച്ചല്ലേ എനിക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ബാലചന്ദ്രൻ സാറ് എന്തിനും എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ബാലചന്ദ്രൻ സാറാണ്. സാറിനെ എനിക്ക് മറക്കാനൊന്നും പറ്റത്തില്ലല്ലോ. സാറും കൂടി ഇനി എന്തെങ്കിലും തീരുമാനം എടുക്കട്ടെ, അതിനനുസരിച്ച് ഇനി എന്താണ് അവർ തീരുമാനിക്കുന്നത് നോക്കട്ടെ, അതിനനുസരിച്ച് ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. എന്താണെങ്കിലും മനുവേട്ടൻ എന്നെ കൈവിടില്ല, എനിക്ക് എന്തെങ്കിലും ജോലി വേറെ എവിടെയെങ്കിലും കണ്ടെത്തി തരും എന്ന് പറയണം. അപ്പോൾ പിന്നെ ചേച്ചി എങ്ങോട്ടേക്ക് പോകും, ചേച്ചി ആഗ്രഹിച്ച് വന്നതല്ലേ അമ്മയുടെയും സഹോദരങ്ങളുടെയൊക്കെ കൂടെ ജീവിക്കാനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ആഗ്രഹിച്ച് വന്നതാണ്, നമ്മൾ ആഗ്രഹിക്കുന്നത് ഒന്നുമല്ലല്ലോ മോളെ സംഭവിക്കുന്നത് എന്ന് പറയണം അലീന. പിന്നെ ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് ആരാണ് ഇവിടെ കൂട്ടു നിന്നിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ മനുവേട്ടനായിരുന്നു 2 ദിവസം ഇവിടെ കൂട്ടു നിന്നിരുന്നത്, രാവും പകലൊക്കെ മനുവേട്ടനായിരുന്നു. പിന്നെ ബാലചന്ദ്രൻ സാറ് വരും എന്ന് പറയണം. പിന്നെ അപ്പോൾ ചേച്ചിയുടെ അമ്മ ഇങ്ങോട്ടേക്ക് വന്ന് നോക്കിയതേ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോളെ, എനിക്ക് ഇങ്ങോട്ടേക്ക് വന്നതേ ഇല്ല, ഞാൻ ഇന്നത് സാറിനോട് ചോദിക്കുകയായിരുന്നു എന്ന് പറയണേ. അപ്പോൾ സാർ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അമ്മ വന്നില്ല അതെന്നെ എന്ന് പറയണം. ഞാൻ അത്രയും നാൾ അവിടെ ജോലി ചെയ്തതല്ലേ മോളെ, എന്ന ആ ഒരു പരിഗണന വെച്ചിട്ടെങ്കിലും എനിക്ക് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കാനായിട്ട് വരേണ്ടതല്ലേ, ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു, ആഗ്രഹിച്ചു അമ്മ ഒന്ന് വന്നെങ്കിൽ എന്ന്. അമ്മയെ ഇത്രയും നാളും കണ്ടുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം അമ്മയെ കാണാതിരുന്നപ്പോൾ ഒരു വല്ലായ്മ ഉണ്ട് എനിക്ക് എന്ന് പറയാണ് അലീന. അത് കേട്ടിട്ട് രേവതിക്കുട്ടിക്ക് വിഷമാവുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്നലെയും മിനിയാന്നൊക്കെ ആയിട്ട് കൃഷ്ണമോളാണ് ഉണ്ടായിരുന്നത്. കൃഷ്ണമോൾ ഇന്ന് രാവിലെ പോയതാണ്, ഇന്നും വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇനിയിപ്പോൾ നീ വന്നത് കാരണം കൃഷ്ണമോള് വരില്ലായിരിക്കും, കൃഷ്ണമോളെ പറഞ്ഞയക്കില്ലായിരിക്കും എന്ന് പറയണേ. ഇപ്പം ഞാനുണ്ടല്ലോ ചേച്ചിക്ക് എന്ന് പറയണേ. ചേച്ചി ഇനിയിപ്പോൾ ഇവിടുന്ന് ഡിസ്ചാർജ് ആയാലും വീട്ടിലേക്ക് പോയാലും അവർ ചേച്ചിയെ ശ്രദ്ധിക്കുമോ, ചേച്ചി ഞങ്ങളുടെ കൂടെ പോര് ചേച്ചി എന്നൊക്കെ പറയണേ. അറിയില്ല മോളെ, എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല, എന്താണെങ്കിലും അവർ തീരുമാനിക്കട്ടെ, അതിനനുസരിച്ച് അപ്പോൾ നോക്കാം എന്ന് പറയാണ് അലീന. പിന്നെ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, മനുവേട്ടൻ പോയോ എന്നിട്ട് ചോദിക്കുമ്പോൾ മനുവേട്ടൻ ഇന്ന് അങ്ങോട്ടേക്ക് പോയി, ഇന്നലെ പോയി, മനുവേട്ടൻ ഇവിടെ നിന്നില്ല, പിന്നെ മനുവേട്ടന് ജോലിക്ക് പോകണ്ടേ, അവിടെ ലീവ് എടുത്തതായിരുന്നില്ലേ, അങ്ങനെ എറണാകുളത്തേക്ക് മനുവേട്ടൻ പോയി എന്ന് പറയണേ. അയ്യോ മനുവേട്ടനെ കാണാൻ പറ്റിയില്ലല്ലോ, എന്നാൽ നമുക്ക് മനുവേട്ടനെ ഒന്ന് വിളിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ട മോളെ, എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറയും. ജോലി സ്ഥലത്താണെങ്കിലോ അത് സാരമില്ല, ചിലപ്പോൾ ഒന്ന് ഫ്രീ ആണെങ്കിലോ വിളിച്ചു നോക്കിയാലോ എന്ന് ചോദിക്കുകയാണ്. ഞാനിവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കണ്ടേ. വേണ്ട മോളെ, പിന്നെ ആവട്ടെ, രാത്രിയിലാകുമ്പോൾ ചിലപ്പോൾ മനുവേട്ടൻ ഫ്രീ ആയിരിക്കും, അപ്പോൾ വിളിക്കാം എന്ന് പറയണം. എന്തായാലും നീ ഇവിടെ ഉണ്ടല്ലോ, എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഒരു പക്ഷേ കാണിക്കാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാമച്ചായനും ഗ്രേസമ്മയും കൂടെ
തിരിച്ചു വരുന്നത് കേട്ടോ. അലീനയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. റൂം കണ്ടെത്തിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർ ഭക്ഷണമൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നുണ്ട്. അലീനയ്ക്കും അതുപോലെ രേവതിക്കുട്ടിക്കും ഉള്ള ഭക്ഷണം കൂടി വാങ്ങിച്ചിട്ടാണ് അവർ വരുന്നത്. അവർ പുറത്ത് നിന്ന് കഴിച്ചിട്ട് ഇവർക്ക് രണ്ടുപേർക്കുള്ള ഭക്ഷണം വാങ്ങിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് അങ്ങനെ അവർ അവിടെ ഇരുന്ന് രേവതിക്കുട്ടി അലീനയ്ക്ക് ഫുഡൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം ഇങ്ങനെ നമ്മുടെ കമല നമ്മുടെ ഹരിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സീനാണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ഹരിയുടെ അടുത്തേക്ക് കമല വരുന്നുണ്ട്. ഹരിയെ കാണുമ്പോൾ തന്നെ കമലയ്ക്ക് ഭയങ്കര ദേഷ്യമായിട്ടോ. അപ്പോൾ ഹരിയുടെ മുഖത്താണെങ്കിൽ മനു തല്ലി അടയാളമൊക്കെ അതേപടി ആ വിരലിൻ്റെ പാടൊക്കെ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഹരി? നീ വേണ്ടാത്ത പണി ഒപ്പിക്കാൻ പോയിട്ടില്ലേ? എന്ത് വൃത്തികെട്ട പണിയാണ് നീ ചെയ്യാൻ പോയത്? അതും പട്ടാപ്പകൽ ആ വീട്ടിൽ പോയിട്ട് വേലക്കാരിയെ കയറി പിടിക്കാൻ പോയേക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വഴക്ക് പറയണ കമല ഹരി കേട്ടോ. അപ്പോൾ ഹരിക്ക് വേറെ ഒരു വഴിയില്ല. ഇനി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും കമലയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടണം, സത്യവാൻ ചമയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹരി പറയുന്ന കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കുറ്റങ്ങളും രോഹിത്തിൻ്റെ മേലേക്ക് കെട്ടിവെക്കുകയാണ്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, ഞാനല്ല അമ്മേ, എല്ലാം പദ്ധതിയൊക്കെ ഇട്ടത് രോഹിത്താണ്. രോഹിത്ത് അലീന അവിടെ ചെന്ന ദിവസം മുതൽ രോഹിത്ത് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെ എങ്ങനെയെങ്കിലും വളയ്ക്കണം, അവളെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അവളെ ഞാൻ എൻ്റെ വരുതിയിലാക്കും എന്നൊക്കെ പറഞ്ഞ് നീ അതിന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ രോഹിത്ത് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു സ്വസ്ഥതയും തരില്ല. അങ്ങനെ ഒരുപാട് തവണ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. അവൻ ഒറ്റയ്ക്കാണെങ്കിലും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. അവൻ പറഞ്ഞിട്ടാണ് അന്നും അലീനയുടെ റൂമിലേക്ക് ഞാൻ പോയതും ആ മോതിരം അവിടെ കൊണ്ടുപോയി വെച്ചതൊക്കെ. എന്നിട്ട് അവനാകെ അതൊക്കെ പ്ലേറ്റ് മറിച്ചിട്ടു. അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവനാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അലീനയെ പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞയക്കുമല്ലോ. പറഞ്ഞയച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അലീനയോട് പെരുമാറാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് അവൻ എൻ്റെ പേര് പറഞ്ഞ് അന്ന് രക്ഷപ്പെടാൻ നോക്കിയത് എന്ന് പറയണ ഹരി കേട്ടോ. അത് കേട്ട് വാ പൊളിച്ച് നിൽക്കണ കമല. നീ പറയുന്നത് സത്യമാണോ? വെറുതെ കള്ളം പറഞ്ഞ് എൻ്റെ അടുത്തുനിന്ന് ഒഴിവാവാൻ നിൽക്കണ്ട. അല്ല അമ്മേ, സത്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. അവളിവിടെ കുറേ നാൾ താമസിച്ചില്ലേ, അവിടേക്ക് പോകുന്നത് വരെ ഞാൻ എന്തെങ്കിലും കുഴപ്പത്തിന് പോയിട്ടുണ്ടോ അവളുടെ അടുത്തേക്ക്? അമ്മ അങ്ങനെ എന്തെങ്കിലും വിവരം അറിഞ്ഞിട്ടുണ്ടോ? അതില്ല എന്ന് പറയാണ്. അപ്പോൾ ഇപ്പം ഇവിടെ നിന്നിട്ട് അവളെ ഞാൻ ഒന്നും ഉപദ്രവിക്കാനോ ഒന്നും പോയിട്ടില്ല. പിന്നെയാണോ ഞാൻ കടപ്പാട്ടൂർ പോയിട്ട് ഉപദ്രവിക്കാൻ പോകുന്നത്? അമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അവിടെയുള്ളത് ആരാ? രോഹിത്തല്ലേ. രോഹിത്താണ് അവളുടെ പുറകെ മണത്ത് നടന്നിരുന്നത്. അതിന് എന്നെ കൂട്ടുപിടിച്ചു എന്ന് പറയാണ്. അന്നും അത് തന്നെയാണ് സംഭവിച്ചത്. എന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതാണ്. ഒരു അത്യാവശ്യ കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതാണ്. എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. അവൻ തന്നെയാണ് മയക്കുമരുന്ന് കൊണ്ടുവന്നതും അത് ആ ജ്യൂസിൽ കലർത്തി അലീനെ കൊണ്ട് കുടിപ്പിച്ചതും ഒക്കെ അവൻ തന്നെയാണ്. എല്ലാ പ്ലാനും അവൻ്റേതായിരുന്നു. എന്നിട്ടിപ്പോൾ കുറ്റം വന്നപ്പോൾ മുഴുവൻ കുറ്റവും എനിക്ക് മാത്രമായി എന്ന് പറഞ്ഞിങ്ങനെ രോഹിത്തല്ല ഹരി ഭയങ്കര കരച്ചിലാട്ടോ. ഭയങ്കര അഭിനയമാണ്. അത് കേട്ടിട്ട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ കമലയ്ക്ക്. അപ്പോൾ അവനാണ് എല്ലാത്തിനും കാരണക്കാരൻ. എന്നിട്ട് ശിക്ഷ കിട്ടിയത് മുഴുവൻ എൻ്റെ മോന് അല്ലേ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഹരിയാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞ് തകർത്ത് അഭിനയിക്കുക കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ കമലയ്ക്ക് ഭയങ്കര പാവം തോന്നുന്നുണ്ട് ഹരിയോട് കേട്ടോ. കാരണം കമലയുടെ ഒരു പെറ്റാണല്ലോ, കമലയുടെ ഓമന പുത്രനാണ് ഹരി. ഹരി എന്ത് തെറ്റ് ചെയ്താലും കമല സപ്പോർട്ട് ചെയ്യും. അങ്ങനെയുള്ള ഒരു മോനാണ്. മനുവിനെയാണ് പിന്നെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കമല പറയുന്നുണ്ട്, അങ്ങനെയാണല്ലേ കാര്യങ്ങൾ, എന്തായാലും ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. വൈജയെ ഞാനൊന്ന് വിളിക്കട്ടെ, വൈജ ഇതൊന്നും അറിയത്തില്ലല്ലോ, എല്ലാ കാര്യങ്ങളും പറയാനുണ്ട് എന്ന് പറയുമ്പോൾ അയ്യോ വേണ്ടമ്മേ, അമ്മയൊന്നും പറയാൻ നിൽക്കണ്ട, അമ്മ ഇപ്പോൾ തൽക്കാലം ഇത് അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട എന്ന് പറയുമ്പോൾ ഇതങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. എന്തിനും അവൻ്റെ കൂടെ അവൻ നിന്നെ കൂട്ടി വിളിച്ചിട്ട് നീ മാത്രം ഒരു കുറ്റവാളിയായി മാറിയേക്കുന്നത്. അവനൊരു നല്ല സൽസ്വഭാവമുള്ള ഒരുവനോ അല്ലേ, അങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിതിനൊരു തീരുമാനം എടുക്കുമെന്ന് കമല ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീനയെ തന്നെയാണ്. അപ്പോൾ അലീനയുടെ അടുത്തേക്ക് പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ നമ്മുടെ ഗ്രേസമ്മയും മാമച്ചായനും ഹോട്ടലിൽ നിന്നൊക്കെ റൂം വെക്കേറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം അവരന്ന് തിരിച്ചു പോകുമല്ലോ, ഒരു ദിവസം അവർ നിൽക്കുന്നുള്ളൂ, തിരിച്ചു പോകും. അലീനയാണെങ്കിൽ അന്ന് ഡിസ്ചാർജ് ആവുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഗ്രേസമ്മയും മാമച്ചായനും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടിയും അലീനയും കൂടിയാണല്ലോ റൂമിലുള്ളത്. അപ്പോൾ ആ സമയത്ത് രേവതിക്കുട്ടി അലീനയെ വിളിച്ച് ഇങ്ങനെ ഫ്രഷ് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഡോക്ടേഴ്സ് വന്നിട്ട് റൗണ്ട്സിന് വന്നിട്ട് അലീനയെ പരിശോധിക്കുകയും ഇന്ന് വീട്ടിൽ പോവാട്ടോ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അലീന ഡിസ്ചാർജാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് തീരുമാനിക്കുകയാണ്. രേവതിക്കുട്ടിയോട് ഗ്രേസമ്മ അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, അപ്പം വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, എനിക്കൊരുപാട് സന്തോഷമുണ്ട്, നിങ്ങൾ വന്നതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട് എന്ന് പറയാട്ടോ. അപ്പം ഗ്രേസമ്മ പറയുന്നുണ്ട്, ഞങ്ങളെ അവിടെ ഇരിക്കപ്പുറത്ത് തന്നിട്ടില്ല ഞങ്ങൾക്ക് ഇവള്.
അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്കും നിന്നെ കാണണമെന്നുണ്ടായിരുന്നു. നിനക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അതാണ് എന്ന് പറയണം. ഞങ്ങൾ രേവതിക്കുട്ടി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നീയും ഞങ്ങൾക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. രേവതിക്കുട്ടിയെ പോലെ തന്നെയാണ് നിന്നെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാലും ഞങ്ങൾക്കും അത് വിഷമം തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഓടി വന്നത് എന്ന് പറയണേ ഗ്രേസമ്മ. ആ സമയത്ത് അലീന മാമച്ചായനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, അങ്കിളെ എങ്ങനെയാണിപ്പോൾ ഇവളുടെ അവസ്ഥ, ഇവള് അങ്കിളിനെ വല്ലതും തിന്നാനൊക്കെ തരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ അലീനെ നീ വല്ലാത്തൊരു പണിയാണ് ഞങ്ങൾക്ക് തന്നത്. എനിക്കൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ല അവിടെ, ഇവളുടെ ഭരണമല്ല അവിടെ നടക്കുന്നത് എന്ന് പറയണ മാമച്ചായൻ കേട്ടോ. ഓ പിന്നെ എൻ്റെ ഭരണം ഇല്ലാന്നുണ്ടെങ്കിലേ കാണായിരുന്നു രണ്ടാളുടെയും അവസ്ഥ എന്നൊക്കെ രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അവിടെ മാമച്ചായനെയും ഗ്രേസമ്മയും രേവതിക്കുട്ടിയൊക്കെ കണ്ടിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, സാർ ഇതാണ് എൻ്റെ രേവതിക്കുട്ടി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇത് മാമച്ചനെങ്കിലും അത് ഗ്രേസമ്മാൻ്റെയും ഇവരുടെ വീട്ടിലാണ് രേവതിക്കുട്ടി നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ മാമച്ചന് കൈ കൊടുക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, നമ്മളൊരിക്കൽ സംസാരിച്ചിരുന്നു, അന്ന് അലീന വരാൻ ലേറ്റ് ആവുമെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ഓർക്കുന്നുണ്ട് എന്ന് പറയാണ്. അങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ നല്ല മനുഷ്യരാട്ടോ, ഇതേപോലെ ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് അവൾക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുക എന്ന് പറയുമ്പോൾ ഇതിലും വലിയ ഭാഗ്യം ഈ കുട്ടിക്ക് കിട്ടാനുണ്ടോ എന്നൊക്കെ പറയണം. അപ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, അത്രയൊന്നും ഇല്ലാന്നേ, ഞങ്ങളുടെ കുട്ടിയായിട്ട് കാണുന്നു, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവൾ ചെയ്തു തരുന്നില്ലേ, അപ്പോൾ അവളെ ഞങ്ങളിൽ ഒരാളായിട്ട് ഞങ്ങൾ കാണുന്നു, അത്രയേ ഉള്ളൂ എന്ന് പറയണം. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട് കേട്ടോ, ഗ്രേസമ്മയോട് ഇങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ ശരിക്കും ഒരു അമ്മയെപ്പോലെയാണ് ഇവളെ നോക്കുന്നതെന്നൊക്കെ അലീന പറഞ്ഞു എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയില്ല എന്ന് ഇങ്ങനെ അലീന പറഞ്ഞു എന്നൊക്കെ പറയാണ്. അപ്പോൾ രേവതിക്കുട്ടി ശരിക്കും ഭാഗ്യവതിയാണ്, ഒരു അമ്മയും അച്ഛനും അവൾക്ക് കിട്ടി എന്നൊക്കെ അലീന എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയണം. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, ശരിയാണ്, ഞങ്ങൾക്ക് ഒരു മകനും മകളുമാണ് ഉള്ളത്. മകളാണെങ്കിൽ പുറത്താണ്, അവൾ കന്യാസ്ത്രീയായിട്ട് തിരുവസ്ത്രം അണിഞ്ഞ് ജീവിക്കുകയാണ്. മകനാണെങ്കിൽ ആക്സിഡൻറ്റിൽ മരിച്ചു പോവുകയും ചെയ്തു. ഒറ്റപ്പെട്ടൊരു ജീവിതമായിരുന്നു ഞങ്ങളുടേത്. അവിടേക്കാണ് അലീന രേവതിക്കുട്ടിയെ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നത്. ഞങ്ങൾക്ക് കിട്ടിയ നിധിയാണ് രേവതിക്കുട്ടി, ആ നിധിയാണ് അലീന കൊണ്ടുവന്ന് തന്നത്. ആ ഒരു നന്ദിയും കടപ്പാടും ഞങ്ങൾക്ക് അലീനയോട് ഉണ്ട് എന്ന് ഗ്രേസമ്മയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയോട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഡോക്ടർ വന്നോ, എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ, ആ ഡോക്ടർ വന്നിരുന്നു, ഇന്ന് ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിസ്ചാർജൊക്കെ ആകുമ്പോഴേക്ക് ഏകദേശം ഉച്ച കഴിയും എന്ന് പറയണം. അപ്പോൾ എന്നാലേ ഞാൻ ഒന്ന് ഷോപ്പ് വരെ പോയിട്ട് വരാം, ഇപ്പോൾ വല്ല അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബാലചന്ദ്രൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഉടനെ തന്നെ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞങ്ങൾ കുറച്ച് കഴിഞ്ഞേ പോകുന്നുള്ളൂ, എന്തായാലും ഉച്ചയാകുമ്പോഴേക്ക് ഞങ്ങൾ പോകും എന്ന് പറയണം. എന്നാൽ ആ സമയമാകുമ്പോഴേക്ക് ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, നല്ല മനുഷ്യനാണ്, എനിക്ക് ആ വീട്ടിൽ കിട്ടുന്ന ഏക സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറാണ് എന്ന് പറയട്ടോ. ഈ സാറിൻ്റെ വൈഫല്ലേ നിന്നോട് ഒരുപാട് ദ്രോഹമൊക്കെ ചെയ്യുന്നത്, അവരെന്താ ഇങ്ങോട്ടേക്ക് വന്നോ, നിന്നെ കാണാനൊക്കെ ഹോസ്പിറ്റലിലേക്ക് വന്നോ എന്ന് ചോദിക്കുമ്പോൾ അലീന വിഷമത്തോടെ ഇല്ല എന്ന് പറയട്ടോ. അപ്പോൾ രേവതിക്കുട്ടിക്കും വിഷമാവുന്നുണ്ട്. രേവതിക്കുട്ടിയെ നോക്കിയിട്ടാണ് അലീന ഇങ്ങനെ പറയുന്നത്, എന്തൊരു സ്ത്രീയാണല്ലേ അവർ, എനിക്ക് അവരെ ഒന്ന് കാണണമായിരുന്നു, അവരൊന്ന് വന്നെങ്കിൽ കണ്ട് രണ്ട് വർത്തമാനം പറയണമെന്നുണ്ടായിരുന്നു. വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നുള്ളൊരു പരിഗണന, ആ നീ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണമല്ലേ അവർ ഇത്രയും നാളും കഴിച്ചുകൊണ്ടിരുന്നത്, അതിൻ്റെ ഒരു നന്ദിയെങ്കിലും അവർക്ക് കാണിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ച് വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണ് ഗ്രേസമ്മ കേട്ടോ. വൈജയന്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വൈജയന്തി ഇങ്ങോട്ടേക്കൊന്ന് കടന്നു നോക്കാത്തതിലുള്ള ദേഷ്യമാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, സാരമില്ല, അവരങ്ങനത്തെ ഒരു ആളാണ്, എന്നെ ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്കൊന്നും വരാത്തത്, ഞാൻ മനഃപൂർവ്വം ഇങ്ങനെ ഹോസ്പിറ്റലിലാവാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കും എന്നുള്ള ഒരു ചിന്തയാണ് അവർക്ക്. അവർ വേറെ പല കാര്യങ്ങളും ചിന്തിച്ച് കൂട്ടുന്നുണ്ടാവും, പക്ഷേ ഇപ്പോൾ അവരുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഈ ഹോസ്പിറ്റലിൽ ഒരുപാട് പൈസ ചിലവായിട്ടുണ്ടാവും, അതിനെക്കുറിച്ചായിരിക്കും ഇപ്പോൾ അവർ ഓർത്ത് വിഷമിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, അവർക്ക് കാശാണോ വലുത്, എത്ര കാശ് വേണേലും ഞാൻ കൊടുക്കാം, ഈ ഹോസ്പിറ്റലിലെ ബില്ല് മുഴുവൻ ഞാൻ പേ ചെയ്തോളാം, അവർക്ക് അത്രയ്ക്ക് അഹങ്കാരം, അവർക്ക് അത്രയ്ക്ക് വലിയ ആൾ കളിക്കുകയാണോ അവർ, ഞാൻ കൊടുത്തോളാം, ഇവിടുത്തെ മുഴുവൻ ബില്ലും ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറയുമ്പോൾ, ഒന്നും വേണ്ട അങ്കിള് വന്നല്ലോ, നിങ്ങളെല്ലാവരും വന്നല്ലോ, എനിക്ക് അതിലും വലിയ സന്തോഷം വേറെ ഇല്ല എന്ന് പറയണം. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, ഹോസ്പിറ്റലിൽ നിന്ന്
ഡിസ്ചാർജ് ആകുമ്പോൾ അങ്ങോട്ടേക്ക് ചെന്നാൽ എങ്ങനെയായിരിക്കും അവസ്ഥ എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊന്നും അറിയത്തില്ല ആൻറ്റി എന്ന് പറയുമ്പോൾ, എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, നീ ഞങ്ങളുടെ കൂടെ പോര്, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം നിന്നെ, അവിടെ നിൽക്കാം എന്ന് പറയുമ്പോൾ എനിക്ക് ആൻറ്റി ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ എൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പം ഞാനല്ല തീരുമാനിക്കുന്നത്, ബാലചന്ദ്രൻ സാറും മനുവേട്ടനും കൂടിയിട്ടാണ്. അവരാണ് എൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അവരെന്താണോ തീരുമാനിക്കുന്നത് അതുപോലെ ആയിരിക്കും എന്ന് പറയാം കേട്ടോ. അങ്ങനെ അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചിയെ നമുക്ക് കൊണ്ടുപോകുന്ന രേവതിക്കുട്ടിയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, വേണ്ട മോളെ, എന്താണ് സാറ് തീരുമാനിക്കുന്നത് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അലീന പറയാണ്, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, എനിക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ ഇല്ല കേട്ടോ, എനിക്ക് കയറി ചെല്ലാൻ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എനിക്ക് കയറി ചെല്ലാൻ ഒരു വീടുണ്ടല്ലോ എന്ന് പറയണം. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, നിനക്ക് എപ്പോൾ വേണമെങ്കിലും ആ വീട്ടിലേക്ക് കയറി വരാം, നിൻ്റെ സ്വന്തം വീടായിട്ട് കണ്ട് നിനക്ക് അവിടെ താമസിക്കാം, ഒരു ദിവസമല്ല എത്ര നാൾ വേണമെങ്കിലും താമസിക്കാം, ഞങ്ങൾക്ക് അതിൽ യാതൊരു മടിയില്ല, ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയണ ഗ്രേസമ്മ. അതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. ശരിക്കും വൈജയന്തിയും ഗ്രേസമ്മയും കൂടി കണ്ടുമുട്ടുന്ന ഒരു സീന് കൂടി ഉണ്ടാവേണ്ടതായിരുന്നു. ഒരു പക്ഷേ ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ ഗ്രേസമ്മയുടെ വായിൽ നിന്ന് നല്ല രണ്ട് സംസാരം വൈജയന്തിക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയും ഉണ്ട് കേട്ടോ. പിന്നീട് കാണിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമല വൈജയന്തിയെ ഫോൺ ചെയ്യുന്നതാട്ടോ. കമല വളരെ ദേഷ്യത്തിൽ വൈജയന്തിയെ വിളിച്ചിട്ട്, നിൻ്റെ മകൻ എൻ്റെ മകനെ വെടക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്, അവനോട് എൻ്റെ മകനുമായിട്ട് ഒരു കൂട്ടും വേണ്ട എന്ന് പറഞ്ഞേക്ക് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അവിടെ ഉണ്ടായ സംഭവം എന്താണെന്ന് നീ അറിഞ്ഞില്ലല്ലോ വൈജയ്, എന്നാൽ ഞാൻ അറിഞ്ഞു, എങ്ങനെയാണ് അവൾക്ക് കുത്തേറ്റതെന്ന് അറിഞ്ഞില്ലല്ലോ, ഇതിൻ്റെ ഒക്കെ പുറകിൽ നിൻ്റെ മകൻ രോഹിത്താണ് എന്ന് പറയാണ്. എൻ്റെ മോൻ രോഹിത് എന്ത് ചെയ്തു? രോഹിത്താണ് ഇതിൻ്റെ എല്ലാ സൂത്രശാലി. രോഹിത് ഹരിയെ വിളിച്ചു വരുത്തിയിട്ട് അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതാണ്. ആ സമയത്ത് അവൾ സ്വയം ചെയ്ത ഒരു പണിയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് കമല ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലാം കേട്ടിട്ട് വൈജയ് ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വൈജയ് ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്ന ഭാഗം കാണിച്ചുകൊണ്ടൊക്കെ ആയിരിക്കാം ഇന്ന് നാളത്തെ എപ്പിസോഡ് അവസാനിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പിന്നീട് കമല എങ്ങനെയാലും രോഹിത്തിനല്ലേ കുറ്റം പറയുന്നത്, സത്യമൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ എന്താണെങ്കിലും ഇനി അലീനെ അവിടെ നിർത്താനുള്ളൊരു സാധ്യത കാണുന്നില്ല, നിർത്താൻ പറ്റത്തില്ല എന്ന് വാശി പിടിക്കും. ബാലചന്ദ്രൻ അലീനെ അവിടെ നിർത്തും എന്ന് വാശി പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന എപ്പിസോഡുകളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. പിന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.